ചെന്നൈയിലെ ഉണ്ടായ 3 കേസുകളെ പറ്റിയിട്ട് ഇതോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് ദൈവനായകി കേസ്, 2 ഉപാസന സജീവ് കേസ്, 3 നല്ലമ്മാൾ പരമശിവം കേസ്. ഇതിൽ ആദ്യത്തെ 2 പേരും സബ് ഇൻസ്പെക്ടർമാരുടെ ഭാര്യമാരായിരുന്നു. അടുത്തയാള് ഒരു മുൻ മന്ത്രിയുടെ ഭാര്യയാണ്. 26 വർഷം നീണ്ട കേസിന് ശേഷം ആ സ്ത്രീയെ ചെന്നൈ ഹൈക്കോടതി ശിക്ഷിച്ചു. കുറ്റം എന്താണെന്ന് അറിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. ഭർത്താവ് അനധികൃതമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പൈസ, ഗവൺമെന്റ് സ്ഥാനത്തിരുന്ന് ഭർത്താവ് അനധികൃതമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പൈസ ഉപയോഗിച്ച് വീട്ടു സാധനങ്ങളും ഉരുപ്പടിയും വസ്തുക്കളും വാങ്ങി എന്നുള്ളതാണ് കേസ്. ഭർത്താവ് മരിച്ചുപോയി, എന്നാലും കോടതി ആ സ്ത്രീയെ വെറുതെ വിട്ടില്ല. കോടതിയുടെ നിരീക്ഷണം വളരെ ശക്തമാണ്. ഭർത്താവിന് കൊട്ട ഇൽ ഗോട്ടൺ മണി എന്നാണ് പറഞ്ഞത്. അതായത് അനധികൃതമായിട്ട് ഭർത്താവ് ഉണ്ടാക്കിയ പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റി അറിയാമെങ്കിൽ അയാളെ നിരുത്സാഹപ്പെടുത്തേണ്ടത് അവരുടെ ഉത്തരവാദിത്വമായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം.